സുപ്രഭാതം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം. ബുൾഡോസർ ഉപയോഗിച്ചുള്ള പൊളിക്കലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സുപ്രീം കോടതി വിധിക്ക് പുല്ലുവില നൽകി 500 വർഷത്തിലേറെ പഴക്കമുള്ള പള്ളിയും ഖബർസ്ഥാനും അവയോട് ചേർന്നുള്ള മക്ബറയും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയിരിക്കുകയാണ് ഗുജറാത്ത് സർക്കാർ. ഗുജറാത്തിലെ പ്രശസ്തമായ സോമനാഥ് ക്ഷേത്രത്തിന് സമീപമുള്ള ഹാജി മംഗ്രോളി ഷാ ബാവ, ഗരീബ് ഷാ ബാവ എന്നിവരുടെ ദർഗയും വെരാവലിലെ പട്ടാനിയിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ജാഫർ മുസാഫർ ഖബർസ്ഥാനും ഈദ്ഗാഹ് മസ്ജിദുമാണ് ഗിർ സോമനാഥ് ജില്ലാ ഭരണകൂടം തകർത്തത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4 വൻ പോലീസ് സന്നാഹത്തോടെയാണ് പള്ളിയും മക്ബറയും ഇടിച്ച് നിരപ്പാക്കിയത്. ഇതിൽ സമാധാനപരമായി പ്രതിഷേധിച്ച 135 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സോമനാഥ് വികസന പദ്ധതിക്ക് വഴിയൊരുക്കുക ലക്ഷ്യമിട്ടാണ് നടപടിയെന്ന് അധികൃതർ പറയുന്നു. മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം അനധികൃത നിർമ്മാണമെന്ന പേരിൽ രാജ്യത്തെ ചരിത്ര സ്മാരകങ്ങളായ പള്ളികൾ പൊളിച്ചു നീക്കൽ വ്യാപകമാക്കിയിട്ടുണ്ട്. ഡൽഹി മെഹ്റോളിയിലെ 600 വർഷം പഴക്കമുള്ള അക്കുഞ്ചി മസ്ജിദും അനുബന്ധ കെട്ടിടങ്ങളും പൊളിച്ചു നീക്കിയത് DDA ഭൂമി കയ്യേറി നിർമ്മിച്ചുവെന്നാരോപിച്ചാണ്. 13ാം നൂറ്റാണ്ടിൽ ഡൽഹിയിലെ ഏക മുസ്ലിം വനിതാ ഭരണാധികാരിയായിരുന്ന റസിയ സുൽത്താന നിർമ്മിച്ചതാണ് അക്കുഞ്ചി മസ്ജിദ്. ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉണ്ടായത് 72 വർഷം മുമ്പ് മാത്രമാണ്. പള്ളിയുണ്ടാകുമ്പോൾ ഇന്നത്തെ ഇന്ത്യ എന്ന സങ്കല്പം പോലുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഭൂമി കയ്യേറ്റമാകുന്നത്? മെഹ്റോളിലെ തന്നെ പ്രശസ്തമായ 2 ചരിത്ര സ്മാരകങ്ങളായ 13ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ആഷിഖ് അള്ളാഹ് ദർഗ, ബാബ ഫരീദ് ചില്ലിഗാഡ് എന്നിവയും പൊളിക്കൽ ഭീഷണിയിലാണ്. ഇത് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സമീൽ അഹമ്മദ് എന്നയാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഡൽഹിയുടെ സാംസ്കാരിക പൈതൃകത്തിൽ നിന്ന് ഇസ്ലാമിനെ ഇല്ലാതാക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള പൊളിക്കലുകൾക്ക് BJPയുടെ നിയന്ത്രണത്തിലുള്ള ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി കുറച്ചുകാലമായി രൂപം നൽകിയിട്ടുണ്ട്. ഗതാഗതം സുഗമമാക്കാൻ എന്ന പേരിൽ പാർലമെന്റിന് സമീപമുള്ള 150 വർഷം പഴക്കമുള്ള സുനഹരി ബാഗ് മസ്ജിദ് പൊളിക്കാൻ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിൽ പൊതുജനാഭിപ്രായം തേടിയിരുന്നു. ഡൽഹിയുടെ ഹൃദയമായ ഇന്ത്യ ഗേറ്റ് ചത്തുരത്തിനുള്ളിൽ ഇത്തരത്തിലൊരു പള്ളി നിശബ്ദമായി സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുത്വവാദികളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. നിലവിൽ ഗതാഗതത്തിന് ഒരു തടസ്സവും ഉണ്ടാക്കാതെ റോഡിൽ നിന്ന് ഏറെ അകലെയാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇത് പൊളിക്കാനാണ് സർക്കാരിന് താല്പര്യം. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ പേരിൽ 123 പള്ളികളാണ് പൊളിക്കുന്നതിന് സർക്കാർ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന പാർലമെന്റ് സ്ട്രീറ്റ് ജുമാ മസ്ജിദും ഉൾപ്പെടും. ഇതോടൊപ്പം മാൻസിംഗ് റോഡിലെ സബ്ദാഗഞ്ച് പള്ളി, മോത്തിലാൽ നെഹ്റു മാർഗിന് പിന്നിലെ മസർ സുനഹരി ബാഗ്, കൃഷിഭവൻ വളപ്പിനുള്ളിലെ മസ്ജിദ് കൃഷിഭവൻ, ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയിലെ മസ്ജിദ് ഉപരാഷ്ട്രപതി ഭവൻ തുടങ്ങിയവയും പൊളിക്കൽ ഭീഷണിയിലാണ്. ഈ പള്ളികളെല്ലാം സംരക്ഷിക്കാൻ നിയമ പോരാട്ടത്തിലാണ് വഖഫ് ബോർഡ്. എല്ലാ പള്ളികളും 100 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. ഈ പള്ളികൾ നിർമ്മിക്കുമ്പോൾ രാജ്യത്തിന് സ്വാതന്ത്ര്യം പോലും കിട്ടിയിട്ടില്ലെന്നർത്ഥം. ഇവിടെ കയ്യേറ്റമെന്ന വാദം നിലനിൽക്കാത്തതിനാൽ സൗന്ദര്യവൽക്കരണത്തിൻ്റെയും വികസന പദ്ധതികളുടെയും പേരിലാണ് പള്ളി പൊളിക്കാനുള്ള നീക്കം. ദൗല കുവാനിലെ ഷാഹി മസ്ജിദും കങ്കൽ ഷാ ഖബർസ്ഥാനും പൊളിക്കാനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഡൽഹിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഏതൊരു സംഭാഷണവും അതിൻ്റെ ചരിത്രാതീത ഭൂതകാലത്തിൽ നിന്നാണ് തുടങ്ങുക. രാജവംശങ്ങളുടെ ഉയർച്ചയും താഴ്ചയുമെല്ലാമാണ് ഇന്നത്തെ ആധുനിക മെട്രോ നഗരത്തിന് അടിത്തറയിട്ടത്. അതിജീവിച്ചവരുടെ നഗരം കൂടിയാണ് ഡൽഹി. മന്ദിറുകളും മസ്ജിദുകളും ദർഗകളും കോട്ടലകളും പുരാതന നിർമ്മിതികളുമായി ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും സഹവർത്തിക്കാമെന്ന് ചൂണ്ടിക്കാട്ടുന്ന നഗരം. ആ സംയോജിത സംസ്കാരത്തെ പിഴുതെറിയുന്നത് ഒരു സമുദായത്തോട് ചെയ്യുന്ന അനീതി മാത്രമല്ല, രാജ്യത്തിൻ്റെ ചരിത്രത്തോട് ചെയ്യുന്ന ദ്രോഹവുമാണ്. ഡൽഹിയിൽ മാത്രമല്ല, ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള തകർക്കലുകൾ നടക്കുന്നുണ്ട്. 100 വർഷത്തിലധികം പഴക്കമുള്ള UP ബാരാബങ്കിയിലെ ഗരീബ് നവാസ് അൽ മഹ്റൂഫ് പള്ളി 2021 മെയ്യിൽ പൊളിച്ചു കളഞ്ഞതും അനധികൃത കയ്യേറ്റമെന്നാരോപിച്ചാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ദാറുൽ ഉലൂം ജാമിയ ഇന്തിസാമിയ മസ്ജിദ് ദിവസങ്ങൾക്ക് മുമ്പ് പൊളിച്ചു നീക്കി. പള്ളിയിൽ നിന്ന് ദർഗാവ് പിമ്പിരി പ്രദേശത്തെ കെട്ടിടങ്ങളെല്ലാം അനധികൃതമായി നിർമ്മിച്ചതെന്നാണ് സർക്കാർ വാദം. എന്നാൽ പൊളിച്ചത് പള്ളി മാത്രമാണ്. ഹിമാചൽ പ്രദേശ് കുളുവിലെ അകാര പള്ളി പൊളിക്കണമെന്നാവശ്യപ്പെട്ട് സംഘപരിവാർ പ്രക്ഷോഭം നടത്തിവരികയാണ്. മുംബൈയിലെ ധാരാവിയിലെ പള്ളി പൊളിച്ചതിനെതിരായ പ്രതിഷേധം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഇത്തരത്തിൽ പട്ടിക നീണ്ടുപോവുകയാണ്. നശിപ്പിക്കൽ രാഷ്ട്രീയം രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് ഓർക്കണം. സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന മുസ്ലിങ്ങളുടെ വീടുകൾ നിയമവിരുദ്ധമായി തകർക്കുന്നു. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്നവരുടെ വീടുകളും സ്ഥാപനങ്ങളും നിയമവിരുദ്ധമായി തകർക്കുന്നു. പള്ളികളും ദർഗകളും നിയമവിരുദ്ധമായി തകർക്കുന്നു. ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്?